ഞാൻ എഗ്ഗ് കൊണ്ടൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വെച്ചു. അപ്പോൾ അതിന് വേണ്ട ആവശ്യ സാധനങ്ങൾ മുട്ട 2 വേണം, പിന്നെ സവോള, ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ചെറുതാക്കി കൊത്തി വരുന്നത്, ബ്രെഡ് പൊടിച്ചത് 2 കഴിക്കും. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങെല്ലാം പൊടിയൊക്കെ കളഞ്ഞ് നന്നായി നമ്മൾ പിഴിഞ്ഞ് അത് ചോറ് ഇതെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചു. കുറച്ച് നന്നായി ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറി വെച്ചിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ. ഉരുളക്കിഴങ്ങ് ചെറുതാക്കി നന്നായി നമുക്കിത് പൊടിച്ചിടണം. എന്തുകൊണ്ട് നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ ചെയ്യാം കേട്ടോ. ഇത് നന്നായിട്ട് ചൂട് കാരണം കൈ ഒക്കെ നന്നായിട്ട് പൊട്ടി വന്നു. ഇതിലേക്ക് സവോള, ക്യാരറ്റ്, പച്ചമുളക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കറിവേപ്പില, കുറച്ച് ഗരം മസാല. ഇതിലേക്ക് ഞാൻ അധികം പൊടികളൊന്നും ചേർക്കുന്നില്ല. മുട്ട ഞാൻ ഇതുപോലെ ചെറുതാക്കി ഇതുപോലെ അടുത്ത മുട്ടയും കൂടെ ചെയ്യാം. അപ്പം മുട്ട ഏകദേശം ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ചെറുത് എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ചേർത്തെടുക്കാം. നമ്മൾ ഇതിലേക്ക് ഇടുവാണ്. അപ്പോൾ ഇത്രയും നന്നായിട്ട് നമുക്ക് മാറ്റി വിടാം. കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ ശകലം ബ്രെഡിൻ്റെ പൊടികൾ ചേർത്തിട്ട് കേട്ടോ. ഇത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഉപ്പ് വേണമെങ്കിൽ ചേർത്തണം. ഇതുപോലെ കട്ട്ലറ്റിൻ്റെ പരുവത്തിൽ ആക്കി വെക്കണം. അപ്പോൾ ഞാൻ എണ്ണ അതേ പനി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് ഓരോന്നും ചേർത്ത് ആദ്യം മുട്ടയിലേക്ക് ഒന്ന്